സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് ലാബിലെ എക്സ്പെരിമെൻറ്റ് നമ്പർ 2 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എക്സ്പെരിമെൻറ്റ് നമ്പർ 2-ൽ എന്താണ് പറയുന്നത്? ടു ഫെമിലറൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ യൂസ് ആൻഡ് ഫങ്ഷനിങ് ഓഫ് സിസ്റ്റം കോൾസ് യൂസ്ഡ് ഫോർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് ഇൻ ലിനക്സ്. ഓക്കെ, സോ നമ്മളെ സിസ്റ്റം കോൾസിനെ കുറിച്ചാണ് എക്സ്പെരിമെൻറ്റ് നമ്പർ 2-ൽ പറയുന്നത്. സിസ്റ്റം കോൾസിൻ്റെ ഒരു ഫെമിലറൈസേഷൻ, ഏതൊക്കെ സിസ്റ്റം കോൾസാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഫങ്ഷനിങ് അതൊക്കെയാണ് എക്സ്പെരിമെൻറ്റ് നമ്പർ 2 എന്ന് പറയുന്നത്. സോ നമ്മൾ ഫസ്റ്റ് സിസ്റ്റം കോൾ എന്ന് പറയുന്നത് PS. ഓക്കെ, സോ PS കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? PS കമാൻഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ സിസ്റ്റത്തിൽ റൺ ചെയ്യുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണോ അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PS കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, so this command tells which all processes are running on the system when PS runs, and this command gives processes running on the system and the owners of the processes and the names of the processes. Okay, so നമ്മൾ സിസ്റ്റത്തിൽ റൺ ചെയ്യുന്നത് ഏതൊക്കെ പ്രോസസ്സുകളാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PS കമാൻഡ് യൂസ് ചെയ്യുന്നത്. സോ PS കമാൻഡ് നമ്മൾ ടെർമിനലിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. എന്ന് വെച്ചാൽ യൂസർ ID ആൻഡ് പ്രോസസ് ID, പാരൻറ്റ് പ്രോസസ് ID, ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈം, then terminal type that the user is logged into, then time, command, ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, സോ സെക്കൻഡ് സിസ്റ്റം കോളാണ് ഫോർക്ക് എന്ന് പറയുന്നത്. സോ ഫോർക്ക് സിസ്റ്റം കോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിസ്റ്റം കോളാണ്. സോ ഈ ഫോർക്ക് സിസ്റ്റം കോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പുതിയൊരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് സിസ്റ്റം കോൾ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ ന്യൂ പ്രോസസ്. So when a process make a fork system call, a new process is created which is identical to the process creating it. And the process which calls fork is called the parent process, and the process that is created is called the child process. So ഏത് പ്രോസസ്സാണോ ഫോർക്ക് സിസ്റ്റം കോളിനെ കോൾ ചെയ്തത് ആ പ്രോസസ്സിനെയാണ് നമ്മൾ പാരൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഏത് പ്രോസസ്സാണോ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അതിനെയാണ് നമ്മൾ ചൈൽഡ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഈ പാരൻറ്റ് പ്രോസസ്സും ചൈൽഡ് പ്രോസസ്സും ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഓക്കെ, ആൻഡ് the child and parent processes are identical, that is child get a copy of the parent's data space, heap and stack, but have different physical address space, and both processes are start execution from the line next to fork, and the fork returns the process ID of the child in the parent process and returns 0 in the child process. Okay, so നമുക്ക് ഫോർ സിസ്റ്റം കോളിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സോ ഈ പ്രോഗ്രാം നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം. സോ ഇവിടെ ഞാൻ ഇതാണ് പ്രോഗ്രാം. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആഷ് ഇൻക്ലൂഡ് stdio.h, ദെൻ നമ്മൾ മെയിൻ വോയിഡ് മെയിൻ, ദെൻ അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ PID എന്ന് പറയുന്നൊരു ഇൻറ്റീജർ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. ദെൻ PID ഈക്വൽ ടു ഫോർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഫോർക്ക് സിസ്റ്റം കോളിനെ നമ്മളിവിടെ കോൾ ചെയ്യുകയാണ് ചെയ്തത്. സോ ഇവിടെ ഫോർക്ക് സിസ്റ്റം കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അവിടെ രണ്ട് പ്രോസസ്സ് നമ്മളെ ചൈൽഡ് പ്രോസസ്സും കൂടി ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ രണ്ട് പ്രോസസ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇഫ് PID ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അവിടെ പാരൻറ്റ് പ്രോസസ്സാണ്. സോ ആ പാരൻറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യും. എൽസ് പാർട്ടിൽ എന്താണ്? ചൈൽഡ് പ്രോസസ്സ് ഐ ആം ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ എന്താണ് ഔട്ട്പുട്ട് കിട്ടുക എന്ന് നോക്കാം. ഇവിടെ ഐ ആം പാരൻറ്റ്, ഐ ആം ചൈൽഡ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് വന്നു. സോ ദ പാരൻറ്റ് പ്രോസസ് പ്രിൻറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് ഐ ആം പാരൻറ്റ്, ആൻഡ് ദ ചൈൽഡ് പ്രിൻറ്റ് ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് ഐ ആം ചൈൽഡ്. ഓക്കെ, സോ ഇതാണ് ഫോർക്ക് സിസ്റ്റം കോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിസ്റ്റം കോളാണ് EXEC. സോ EXEC സിസ്റ്റം കോൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ന്യൂ പ്രോഗ്രാംസ് ക്യാൻ ബി റൺ യൂസിങ് EXEC സിസ്റ്റം കോൾ. ഓക്കെ, സോ EXEC സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത് പുതിയൊരു പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ EXEC സിസ്റ്റം കോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വെൻ എ പ്രോസസ് കോൾസ് EXEC, ദ പ്രോസസ് ഈസ് കംപ്ലീറ്റ്ലി റീപ്ലേസ്ഡ് ബൈ ദ ന്യൂ പ്രോഗ്രാം. ഓക്കെ, സോ നമ്മളൊരു പ്രോസസ്സ് EXEC സിസ്റ്റം കോളിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സിനെ നമ്മൾ ഒരു പുതിയൊരു പ്രോഗ്രാം കൊണ്ട് കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആ പുതിയ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ മെയിൻ ഫംഗ്ഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ EXEC സിസ്റ്റം കോൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? പുതിയൊരു പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു പ്രോസസ്സ് ഈ സിസ്റ്റം കോളിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോസസ്സിനെ
കംപ്ലീറ്റ്ലി നമ്മളൊരു ന്യൂ പ്രോഗ്രാം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി. ഇതാണ് EXEC സിസ്റ്റം കോൾ എന്ന് പറയുന്നത്. സോ EXEC സിസ്റ്റം കോൾ മെനി ടൈപ്സ് ഉണ്ട്. അതിലൊന്നാണ് EXECV പറയുന്നത്. സോ EXECVൻ്റെ കേസിലാണെങ്കിൽ അത് 2 പാരാമീറ്റേഴ്സിനെയാണ് എടുക്കുന്നത്. സോ ആ സിസ്റ്റം കോളിലെ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ആ പ്രോഗ്രാമിൻ്റെ പാത്ത് നെയിം ആയിരിക്കും. The first is the path name of the program that is going to be executed, and the second is the pointer to an array of pointer that hold the address of argument. Okay, and next system call എന്ന് പറയുന്നത് wait ആണ്. ഓക്കെ, സോ wait system call നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പം ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സിനെ പറ്റുന്ന ഇൻഫർമേഷൻസ് പാരൻറ്റ് പ്രോസസ്സിന് കിട്ടും. ഓക്കെ, സോ വെൻ എ പ്രോസസ് ടെർമിനേറ്റ് it parents should receive some information regarding the process like the process ID, the termination status, and the amount of CPU time taken, and this is possible only if the parent process waits for the termination of the child process, and this waiting is done by calling the wait system call. Okay, so when the child process is running, the parent blocks when wait is called. So if the child terminates normally or abnormally, wait immediately returns with the termination status of the child, and the wait system call take a parameter which is a pointer to a location in which the termination status is stored. സോ വെയിറ്റ് സിസ്റ്റം കോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പം ഒരു ചൈൽഡ് പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ ടെർമിനേറ്റ് ആയി വിചാരിക്കുക. സോ എന്ത് ചെയ്യും, ആ ടെർമിനേഷൻ സ്റ്റാറ്റസ് നമ്മൾ പാരൻറ്റ് പ്രോസസ്സിന് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ വെയിറ്റ് സിസ്റ്റം കോളിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ചൈൽഡിൻ്റെ എക്സിക്യൂഷൻ ടെർമിനേറ്റ് ആവുന്ന വരെ ആ പാരൻറ്റ് പ്രോസസ്സ് എന്ത് ചെയ്യും, അവിടെ വെയിറ്റ് ചെയ്യും. സോ അതിൻ്റെ എക്സിക്യൂഷൻ ടെർമിനേറ്റ് ആയി കഴിഞ്ഞാൽ അതിന് ടെർമിനേഷൻ സ്റ്റാറ്റസൊക്കെ ഈ പാരൻറ്റ് പ്രോസസ്സിന് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പറയുന്നത് എക്സിറ്റ് എന്ന് പറയുന്ന സിസ്റ്റം കോളാണ്. സോ എക്സിറ്റ് സിസ്റ്റം കോൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പം ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമെന്ന് വിചാരിക്കുക. സോ അതിനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സിറ്റ് പറയുന്ന സിസ്റ്റം കോൾ യൂസ് ചെയ്യുന്നത്. സോ വെൻ എക്സിറ്റ് ഫംഗ്ഷൻ ഈസ് കോൾഡ്, ദ പ്രോസസ് അണ്ടർഗോസ് എ നോർമൽ ടെർമിനേഷൻ. ഓക്കെ, സോ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സിറ്റ് സിസ്റ്റം കോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഓപ്പൺ, റീഡ് ആൻഡ് റൈറ്റ്. സോ ഓപ്പൺ സിസ്റ്റം കോൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൽ നമ്മൾ പാരാമീറ്റേഴ്സ് ആയിട്ട് ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് കൊടുക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഫോർമാറ്റിലാണ് ഓപ്പൺ സിസ്റ്റം കോൾ യൂസ് ചെയ്യുക. ഓപ്പൺ ഓഫ് ഫയൽ പാത്ത് നെയിം കോമ നമ്മളെ എന്താണോ പെർമിഷൻ അത്. ഓക്കെ, സോ ഓപ്പണിലെ ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് നമ്മൾ കൊടുക്കുക ആ ഫയലിൻ്റെ പാത്ത് നെയിം. ഓക്കെ, അത് ഏത് പാത്തിലാണെന്നുള്ള ആ ഒരു പാത്ത് നെയിമാണ് കൊടുക്കുക. സെക്കൻഡ് പാരാമീറ്റർ എന്ന് കൊടുക്കുക അതിൻ്റെ പെർമിഷൻസ് ആണ് കൊടുക്കുക. ഓക്കെ, റീഡ് ഓർ റൈറ്റ് ആ ഒരു പെർമിഷനാണ് നമ്മൾ സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് കൊടുക്കുക. നെക്സ്റ്റ് സിസ്റ്റം കോൾ ആണ് റീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് സിസ്റ്റം കോൾ ഈസ് യൂസ്ഡ് ടു റീഡ് എ ഡാറ്റ ഫ്രം എൻ ഓപ്പൺ ഫയൽ. ഓക്കെ, സോ ഒരു ഓപ്പൺ ഫയലിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീഡ് സിസ്റ്റം കോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഏത് ഫോർമാറ്റിലാണ് കൊടുക്കുകയെന്ന് വെച്ചാൽ റീഡ് ഓഫ് FD കോമ ബഫർ കോമ സൈസ് ഓഫ് ബഫർ. സോ ഫയൽ ഡിസ്ക്രിപ്റ്റർ കോമ ബഫർ കോമ സൈസ് ഓഫ് ബഫർ, ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ റീഡ് സിസ്റ്റം കോൾ കൊടുക്കുന്നത്. And the above function reads the size of buffer bytes into array named buffer. If the end of the file is encountered, then 0 is returned as the number of bytes read is returned. Okay, so ഇനി നെക്സ്റ്റ് പറയുന്നത് റൈറ്റ് ആണ്. സോ റൈറ്റ് സിസ്റ്റം കോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു ഓപ്പൺ ചെയ്ത ഫയലിലേക്ക് ഡാറ്റാസിനെ റൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് റൈറ്റ് സിസ്റ്റം കോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ റൈറ്റ് സിസ്റ്റം കോൾ യൂസ് ചെയ്യേണ്ട ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് നെക്സ്റ്റ് സിസ്റ്റം കോൾ നമ്മൾ പറയുന്നത് സോക്കറ്റ് ആണ്. സോ സോക്കറ്റ് എന്ന് പറയുന്ന സിസ്റ്റം കോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സോക്കറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ സിസ്റ്റം കോൾസ് ഫോർ നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് ഇൻ ലിനക്സ് ക്രിയേറ്റിംഗ് എ സോക്കറ്റ്. ജസ്റ്റ് ഒരു സോക്കറ്റിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ സോക്കറ്റ് പറയുന്ന സിസ്റ്റം കോൾ യൂസ് ചെയ്തിട്ടാണ്. ഇൻറ്റ് സോക്കറ്റ് ഓഫ് ഇൻ ഡൊമൈൻ കോമ ഇൻറ്റ് ടൈപ്പ് കോമ ഇൻറ്റ് പ്രോട്ടോകോൾ. സോ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ സോക്കറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഡിൽ കൊടുക്കുക. ഇൻറ്റ് സോക്കറ്റ് ഓഫ് ഇൻ ഡൊമൈൻ കോമ ഇൻ ടൈപ്പ് കോമ ഇൻറ്റ് പ്രോട്ടോകോൾ. So this system call creates a socket and returns a socket descriptor, and the domain parameter specifies a communication domain. This select the protocol family which will be used for communication. Okay, so domain എന്ന് പറയുന്നത് ഇൻറ്റ് ഡൊമൈൻ എന്ന് പറയുന്നത് പ്രോട്ടോകോൾ ഫാമിലി ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. സോ AF യൂണിക്സ്, AF INET, AF NS അങ്ങനെ കുറേ പ്രോട്ടോകോൾ ഫാമിലീസ് ഉണ്ട്. Then the type parameter indicates the communication semantics. Okay, ഇപ്പോൾ സ്ട്രീം സോക്കറ്റ് ആണോ അതുപോലെ ഡാറ്റാഗ്രാം സോക്കറ്റ് ആണോ അതൊക്കെയാണ് ടൈപ്പ് പാരാമീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.
സോ സോക്ക് സ്ട്രീം ആണെങ്കിൽ എന്താണ് TCP കണക്ഷൻ ആയിരിക്കും. വൈൽ സോക്ക് ഡീഗ്രാം ആണെങ്കിൽ ഡാറ്റാഗ്രാം സോക്കറ്റ് ആണെങ്കിൽ UDP കണക്ഷൻ ആയിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് പാരാമീറ്റർ പ്രോട്ടോകോൾ പാരാമീറ്റർ സ്പെസിഫൈസ് ദ പ്രോട്ടോകോൾ യൂസ്ഡ് ആൻഡ് ഈസ് ഓൾവേസ് 0. And the header file used are the sys/types.h and sys/socket.h. സോ ഇവിടെ ജസ്റ്റ് എങ്ങനെയാണ് ഒരു സോക്കറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം കോളാണ് സോക്കറ്റ് എന്ന് പറയുന്നത്. സോ ഇൻറ്റു സോക്കറ്റ് ഓഫ് ഇൻ ഡൊമൈൻ കോമ ഇൻ ടൈപ്പ് കോമ ഇൻറ്റു പ്രോട്ടോകോൾ. സോ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ കൊടുക്കുക. സോ ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പോകുന്ന പ്രോഗ്രാംസിലൊക്കെ എക്സ്പെരിമെൻറ്റിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സോക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ജസ്റ്റ് എങ്ങനെയാണ് ഒരു സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ, ഇവിടെ സോക്കറ്റ് ഓഫ് AF ആണ് ഇവിടെ ഫാമിലി യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെമാൻറ്റിക്സ് സ്ട്രീം സോക്കറ്റ് TCP ദെൻ കോമ 0. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ സോക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ സോക്ക് ഡിസ്ക്രിപ്ഷൻ <0 ആണെങ്കിൽ കുഡ് നോട്ട് ക്രിയേറ്റ് സോക്കറ്റ്. എക്സ്പെർട്ടിൽ എന്താണ് സോക്കറ്റ് ക്രിയേറ്റഡ്. സോ ഈ സോക്കറ്റ് ക്രിയേറ്റ് ആയോ ഇല്ലയോ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം സോക്കറ്റ് ക്രിയേറ്റഡ് എന്ന് വന്നു. അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്റ്ററിൻ്റെ ഇൻറ്റിജർ വാല്യൂ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്ററിൻ്റെ വാല്യൂ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, സോ അതാണ് സോക്കറ്റ് എന്ന് പറയുന്ന സിസ്റ്റം കോൾ.